ഈ ജെയിംസ്, എന്തുകൊണ്ടാണ് ഒരു പുതുമുഖത്തെ, അതും ഈ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ, അതൊരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്? CPIയുടെ മണ്ഡലമാണ്, പക്ഷേ CPIM ഒക്കെ സർവ്വ സജ്ജീകരണങ്ങളും എല്ലാം സന്നാഹങ്ങളുമോടെ ഇവിടെ പ്രചാരണം നടത്തിക്കൊണ്ട് എന്തായാലും ഈ മണ്ഡലം ഇക്കുറി ഞങ്ങൾ പിടിച്ചടക്കുമെന്ന വാശിയിലാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ ഒരു മുഖത്തെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കിയല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമാണിത്. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഏറ്റവും രാഷ്ട്രീയമായി നേരിടുന്ന ഘട്ടത്തിലാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത, ജനാധിപത്യം, മതന്യൂനപക്ഷങ്ങൾ, ദളിതർ ഇതെല്ലാം ആക്രമിക്കപ്പെടുകയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടാൻ പോകുന്നു. ആ ഘട്ടത്തിൽ ഇവിടെ നിന്നും ജയിച്ചു പോയ പാർലമെൻറ്റ് അംഗം കഴിഞ്ഞ 15 വർഷക്കാലം ഈ പാർലമെൻറ്റിൽ ഇരുന്നിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം 10 വർഷക്കാലം BJP ജനാധിപത്യ വിരുദ്ധമായി രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിച്ച്, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ അട്ടിമറിച്ച്, ജനാധിപത്യ മൂല്യങ്ങളെല്ലാം അട്ടിമറിച്ച്, സംസ്ഥാന ഭരണങ്ങളെ അട്ടിമറിച്ച് എല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും നിലയിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് കരുത്തനായി മാറുക? ഏത് നിലയിലാണ് കരുത്തൻ? മസിൽ പവർ കൊണ്ട് കരുത്തനാകുന്നു? രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കാൻ ഒരു ജനപ്രതിനിധി കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് സഖാവ് CA അരുൺകുമാറിനെ ഞങ്ങൾ ഏറ്റവും കരുത്തുള്ള രാഷ്ട്രീയ അടിത്തറയുടെ ഭാഗമായി മാവേലിക്കര പാർലമെൻറ്റിനകത്ത് മത്സരിപ്പിക്കുന്നത്. അരുണ് ചെറിയ പ്രായത്തിൽ കുറഞ്ഞവരാരെങ്കിലും രാഷ്ട്രീയ നിലപാടുണ്ട്. ഈ നാടിൻ്റെ എല്ലാ കഷ്ടപ്പാടിലും ദുരിതത്തിലും ഈ നാടിനൊപ്പം ചേർന്ന് നിന്ന പലപ്പോഴും കൃത്യമായ എടുക്കേണ്ടുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയ നിലപാടെടുത്തിട്ടില്ല കൊടിക്കുന്നിൽ സുരേഷ്. അതാണ് കൊടിക്കുന്നിൽ സുരേഷ് രാഷ്ട്രീയ നിലപാടെടുത്തില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിന് രാഷ്ട്രീയ നിലപാടില്ല. ഇന്ത്യ ജനാധിപത്യ രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി BJP ശ്രമിക്കുമ്പോൾ, രാജ്യത്തിൻ്റെ ഭരണഘടന അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ദളിതർ, മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർ, ഈ രാജ്യത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കപ്പെടുമ്പോൾ, രാജ്യത്തിന് മതത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കലാപം നടക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. മതത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. മതത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന രാജ്യത്ത് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ എവിടെയാണ് കോൺഗ്രസ്? ഈ പാർലമെൻറ്റ് അംഗം എവിടെയായിരുന്നു? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മതനിരപേക്ഷതയെ തകർത്തുകൊണ്ട് രാജ്യത്തെ തന്നെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തെ തന്നെ വെട്ടിമുറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന പൗരത്വ ഭേദഗതി ബില്ല് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് അവതരിപ്പിക്കുമ്പോൾ ഈ പാർലമെൻറ്റിനകത്തുണ്ടായിരുന്ന പാർലമെൻറ്റ് അംഗം എവിടെയായിരുന്നു? അതിനെതിരായി വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നോ? രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നോ? ഇതൊരു മതന്യൂനപക്ഷത്തെ ആക്രമിക്കുന്ന മാത്രമല്ല, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കുകയാണ്. ആ ഘട്ടത്തിൽ പാർലമെൻറ്റ് അംഗം ഉണ്ടായിരുന്നില്ല. 2 പാർലമെൻറ്റ് അംഗത്തിനെതിരെ ഉള്ളത് രാഷ്ട്രീയ നിലപാടില്ലായ്മ മാത്രമല്ല, ഒരുമിച്ചാണ് അവിടെ. ഇപ്പോൾ ഒരുമിച്ചാണ്. അതിനകത്ത് പ്രശ്നം അത് പറയാൻ വരിക. ഞങ്ങൾ സ്വീകരിക്കുന്ന നയം, രാഷ്ട്രീയ നിലപാടൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്നുള്ളത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ്. ഇവിടെ പറഞ്ഞല്ലോ, ESI ഹോസ്പിറ്റൽ എവിടെയാണ്? ESI ഹോസ്പിറ്റൽ ഒരു തഴക്കരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കല്ലിട്ടത് എത്ര കാലമായി? ESI ഹോസ്പിറ്റൽ കൊണ്ടുവരാൻ കഴിഞ്ഞോ? ITBP നൂർനാട് അവിടെ കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും പിന്തുണ കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം പാഴ്വാക്ക് മാത്രമല്ലേ. നമ്മളിപ്പം നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ ഏറ്റവും കൂടുതൽ ശബരിമല തീർത്ഥാടകർ എത്തിച്ചെന്ന ഈ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ്. ആ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു? കുട്ടനാട് വലിയ പ്രളയമുണ്ടായതിനു ശേഷം ആ നാടിനെ കരകയറ്റാൻ കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് എന്ത് സംഭാവന ചെയ്യാനാണ് പാർലമെൻറ്റ് അംഗത്തിന് കഴിഞ്ഞത്? പരിമിതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഏത് വികസന പ്രവർത്തനത്തിലാണ് ഒരു പാർലമെൻറ്റ് അംഗം എന്നതിന് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ, ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ ഒരു വികസനവും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരിടത്തും വികസനത്തിൻ്റെ ഒരു കണിശം പോലും കാണാൻ കഴിയാത്ത പരാജിതനായ ഒരു പാർലമെൻറ്റ് അംഗത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ ജനങ്ങൾ ഒന്നായി പറയുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കും, ഇവിടുത്തെ പാർലമെൻറ്റ് അംഗം ഇത്ര പരാജിതനായ പാർലമെൻറ്റ് അംഗത്തെ തോൽപ്പിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പിച്ചായും പറയുന്നത്, യുവ നേതാവാണ് മത്സരിക്കുന്നത്, രാഷ്ട്രീയ നിലപാടുള്ള ചെറുപ്പക്കാരനാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അഭ്യർത്ഥിക്കുന്നത്, എങ്ങനെയാണ് പാർലമെൻറ്റ് അംഗം പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് ഞങ്ങളെ വിജയിപ്പിച്ചെന്ന് ഞങ്ങൾ കാട്ടിത്തരാം. 5 വർഷത്തെ സമയം തന്നാൽ മതി. അപ്പം പറയല്ലേ ഞങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു, ഇപ്പം പരിമിതി ഇല്ലെന്നും പറയല്ലേ, ഞങ്ങൾ കാട്ടിത്തരാം. വിജയിപ്പിച്ച് തന്നാൽ മതി.